മൗണ്ട് ബാറ്റൻ വൈസ്രോയി ആയിരിക്കുന്ന കാലമാണ്. മൗണ്ട് ബാറ്റൻ വൈസ്രോയി ആയിരിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടേ ഉള്ളൂ, നേരിൽ കണ്ടതാണ്. അദ്ദേഹം ബർമയിലെ ആഫീസിലെ വലിയ ആളാ, മിലിറ്ററിയിലെ. ഇവിടുത്തെ വൈസ്രോയി. സെക്കൻഡ് വേൾഡ് വാറില് ജപ്പാൻകാരെ പ്ലെയിൻ വരുമ്പം ആഫീസിൽ നിന്ന് ഞങ്ങൾ താമസിച്ച വീട്ടിലെ അവരും കൊണ്ട് അരഞ്ചാറ് പേര് എല്ലാവർക്കും കൂടെ അവിടെ വലിയ കുഴി കുഴിച്ച് പലകയിട്ട് അതിൻ്റെ പുറത്ത് പുല്ലും ഒക്കെ ഇട്ട് മണ്ണും പുല്ലും ഒക്കെ ഇട്ടിരുന്നു. ഒരു സൈഡിൽ ഓടുമ്പോൾ ഇറങ്ങി എഴുതണം, രണ്ട് സൈഡിന് ഓടുമ്പോൾ ഇറങ്ങി വെളിയിൽ വരണം. അത് മാത്രമല്ല, ഇത് സൈറൻ വരുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചെന്ന് നോക്കാൻ പൊക്കിയവര് ബോംബ് വീണ് മരിച്ചു. അത് കാണുകയും ചെയ്യും. അത് മുഴുവൻ അനുഭവിച്ച കൂട്ടത്തില്ല. രണ്ടാം ലോക യുദ്ധത്തിന്റെ ക്രൂരത അനുഭവിച്ച ഈ അമ്മാമ്മയാണ് നമ്മളോടൊപ്പം അനുഭവം പറയണത്. ഇന്ന് സംജാതമായിരിക്കുന്ന യുദ്ധങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നടന്നു വന്നു. അപ്പോ അന്ന് അതായത് ഇത് ഈ കാര്യങ്ങൾ ശരിയായ ഇല്ലെന്ന് പയ്യെ പൊലവൊക്കെ വെക്കാൻ പോകുമ്പോഴാണ് അപ്പോഴത്തെ അത് നമ്മ കണ്ടു ആ ക്രൂരത. അപ്പം ഉക്രൈനിലും അവിടെയൊക്കെ ആൾക്കാർ പോയി ട്രെഞ്ചിനകത്തൊക്കെ കിടന്നെന്ന് പറയുമ്പോ അമ്മയ്ക്ക് പഴയ ഓർമ്മകൾ വരും. അന്ന് കൊച്ചു പ്രായത്തില് ആ ക്രൂരത കണ്ടാണ് അമ്മാമ്മ. ഇന്ന് ഇതേപോലെ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഞാൻ പേരെടുത്ത് പറയാത്തതിൽ വേറെ കാര്യമുണ്ട്. നമ്മൾ ആരുടെയും പേര് പറഞ്ഞാൽ ഇന്ന് ഒരു പേര് പറയാൻ പറ്റില്ല, ഒരു നിറം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ആയതുകൊണ്ട് അത് തൊട്ടാപ്പൊള്ളുന്ന തീ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ എന്റെ കാഴ്ചക്കാർ മനസ്സിലാക്കാവൂ. നമുക്ക് ഭാവനയെ പോലും കാണാൻ പറ്റൂല, അമ്മാമയ്ക്ക് നേരിൽ കാണാൻ പറ്റും. കാരണം അനുഭവിച്ചതാണ്, ആ ക്രൂരത നേരിൽ അനുഭവിച്ചതാണ്. കാഴ്ചക്കാരെ കേൾക്കൂ, രണ്ടാം ലോക മഹായുദ്ധം നടന്ന് ആ സമയത്ത് പിന്നെ എത്ര കാലം അവിടെ നിൽക്കേണ്ടി വന്നു? ഈ യുദ്ധം തീരുന്നതിന് മുമ്പ് തിരിച്ചു വരാൻ പറ്റുമോ? തിരിച്ചു വന്നു. അമ്മ വന്നു. 4 മാസം യുദ്ധത്തിന്റെ ഇടയ്ക്ക് തന്നെ കിടക്കേണ്ടി വന്നു. അതിന്റെ ഇടയ്ക്ക് ആൾക്കാരെല്ലാം പറഞ്ഞു വിട്ടാലേ എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ വന്ന് ബ്രിട്ടീഷുകാർ ഫ്ലൈറ്റ് ഏർപ്പാട് ചെയ്ത് എല്ലാരെയും കൂടെ 200 പേര് ഒരുമിച്ച് ഫ്ലൈറ്റിൽ, അതായത് സ്ഥലങ്ങൾ കൊണ്ട് എത്തിച്ചു. ആസാമിലെ ഡിഗ്ബോയ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് വിട്ട അവര്. ഓ അത് ശരി. അത് വീണ്ടും വറകട്ടിന്ന് എരുതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് പോവേണ്ടി വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ പിന്നെ അന്ന് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. പാർട്ടി അത് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഉണ്ടാക്കിയ ഒരു സംഘടന മാത്രമാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി. അല്ലാതെ ഇദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം, ഈ എന്റെ കാഴ്ചക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ പാർട്ടി ആ കോൺഗ്രസ് അല്ല അന്നത്തെ കോൺഗ്രസ്. അത് ഇടത് വല നടുവൊന്നുമില്ല. അത് തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക, അത് മാത്രമായിരുന്നു ഉദ്ദേശം.